ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീകൃഷ്ണ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, അന്യരുടെ സ്വഭാവങ്ങളെയും കർമ്മങ്ങളെയും ഒരിക്കലും സ്തുതിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യരുത്. പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടുണ്ടായതാണ് ഈ ലോകം. അതിനാൽ ഏകാത്മകമാണ്, ഭിന്നമല്ല. ആത്മാവ് പല നാമരൂപങ്ങളിൽ കാണപ്പെടുന്നു. അതിൽ ശ്രേഷ്ഠതയ്ക്കോ താഴ്ചയ്ക്കോ സ്ഥാനമെവിടെ? ഇതാലോചിച്ച് സ്തുതി നിന്ദകളിൽ നിന്നും നിവർത്തിക്കണം. ഏകമായ പരമാത്മാവിൽ മാത്രമേ ദൃഷ്ടി പാടുള്ളൂ. ഇങ്ങനെയല്ലാതെ പര സ്വഭാവ കർമ്മങ്ങളെ നിന്ദിക്കുവാൻ ആത്മാവിനെ കാണുന്നില്ല, ദേഹങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. അവൻ നിരൂപ നിഷ്ഠ ഒരിക്കലും കൈവരാതെ നശിക്കുന്നു. ഏകാത്മബോധം സിദ്ധിച്ചവൻ ആരെയും സ്തുതി നിന്ദകൾ ചെയ്യാതെ സർവ സമ സ്വഭാവനായി സൂര്യനെ പോലെ സഞ്ചരിക്കുന്നു. ഏകനായ ആത്മാവ് മാത്രമാണ് സത്യം. ആ സത്യവസ്തു ഇടയ്ക്ക് ലോകമായി കാണപ്പെടുന്നു. ആ കാഴ്ച മിഥ്യയാണ്. കുറച്ചു കഴിയുമ്പോൾ കാണാതെയാകുകയും ചെയ്യും. ഇപ്രകാരം പ്രത്യക്ഷം, അനുമാനം, വേദവാക്യം, സ്വരൂപനാനം എന്നിവ കൊണ്ട് ലോകം ആദ്യന്തമുള്ളതാണ്, അസത്താണ് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ലോകത്തിൽ ആസക്തി കൂടാതെ നിസ്സംഗനായി ഒരു സ്ഥലത്തിലും സ്ഥിരമായിരിക്കാതെ സഞ്ചരിക്കണം. ഉദ്ധവർ ചോദിച്ചു, സർവേശ്വര, ആത്മാവ് നിർഗുണനും സ്വയം പ്രകാശ സ്വരൂപനും സർവസാക്ഷിയുമാകയാൽ സംസാരബാധയില്ല. മരം പോലെ ജഡമായ ദേഹത്തിനും സംസാരബാധയില്ല. അപ്പോൾ ആർക്കാണ് സംസാരം? സംസാരമില്ലെന്ന് പറയുവാനും സാധ്യമല്ല. കാരണം സുഖ ദുഃഖാനുഭവം കാണപ്പെടുന്നുണ്ട്. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, സംസാരം വാസ്തവമേ അല്ല. എന്നാൽ ദേഹം വേറെ ആത്മാവ് വേറെ എന്നറിയുന്നതുവരെ മിഥ്യയായ സംസാരം സത്യമെന്ന പോലെ തോന്നും. സ്വപ്നത്തിൽ കണ്ടത് വാസ്തവമല്ലെന്നും ഉറക്കമുണർന്നവർക്ക് അറിയാം. എങ്കിലും സ്വപ്നാവസ്ഥയിൽ അവ ഉള്ളതുപോലെ തോന്നുന്നില്ലേ? അതുപോലെ അജ്ഞാനാവസ്ഥയിൽ സംസാരം വാസ്തവമായി തോന്നും. ആ തോന്നൽ ജ്ഞാനോദയത്തോടുകൂടി മാത്രമേ നശിക്കുകയുള്ളൂ. അതിനാൽ ജ്ഞാനത്തിനുള്ള പരിശ്രമം ആവശ്യമാണ്. ശോകം, ഹർഷം, ഭയം, ക്രോധം, ലോഭം, മോഹം, സ്പൃഹ ഇത്യാദികളെല്ലാം അഹങ്കാരധർമ്മങ്ങളാണ്. ജനനമരണങ്ങളില്ലാത്ത ആത്മാവിന് ഇവയൊന്നുമില്ല. ദേഹേന്ദ്രിയ പ്രാണ മനസ്സുകളാണ് താൻ എന്ന അഭിമാനമുണ്ടായപ്പോൾ തൻ്റെ സ്വരൂപബോധത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ ദേഹത്തിൻ്റെതായ ജനനമരണാദികളും സുഖദുഃഖാദികളും ജീവനും അനുഭവിക്കേണ്ടി വന്നു. അതിനാൽ പല പല ശരീരങ്ങൾ എടുക്കേണ്ടതായും വന്നു. ഈ സംസാര വൃക്ഷത്തിന് വേരില്ല, എങ്കിലും ബഹുപ്രകാരത്തിൽ കാണപ്പെടുന്നതിനാൽ വിസ്തൃതമായി പടർന്നു നിൽക്കുന്ന വൃക്ഷം പോലെ തോന്നിക്കുന്നു. ശരീരവും വാക്കും പ്രാണനും മനസ്സും ചേർന്ന ഈ അഹങ്കാര സംസാര വൃക്ഷത്തെ ഗുരുഭക്തിയും ഈശ്വരോപാസനയും കൊണ്ട് സിദ്ധിക്കുന്ന ജ്ഞാനവാൾ കൊണ്ട് ഛേദിക്കണം. അപ്പോൾ മിഥ്യാവിഷയങ്ങളിലുള്ള തൃഷ്ണ നശിച്ച് നിശ്ചിന്തനായി സഞ്ചരിക്കാം. ജ്ഞാനസ്വരൂപവും സാധനകളും ഒരിക്കൽ കൂടി പറയാം. ദൃശ്യങ്ങളായ വസ്തുക്കളെല്ലാം നശിച്ചാലും നശിക്കാതെ അവശേഷിക്കുന്ന മൂലവസ്തുവിനെ തിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് വിവക്ഷിക്കുന്നത്. ഈ ജ്ഞാനമാണ് മനുഷ്യൻ സമ്പാദിക്കേണ്ടത്. പ്രപഞ്ചം ആദിയും അന്തവും ഉള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പും പ്രളയത്തിന് ശേഷവും ഏതൊരു പരമാർത്ഥ ചൈതന്യം നിലനിൽക്കുന്നുവോ അതുതന്നെയാണ് ഇടക്കാലത്തിലും നാനാരൂപങ്ങളായി കാണപ്പെടുന്നത്. ഇത്യാദി വേദവാക്യങ്ങളെ വിചാരം ചെയ്യണം. അതോടുകൂടി സ്വധർമ്മവും ആചരിക്കണം. സ്വ അനുഭവങ്ങളെയും പരിശോധിക്കണം. ആത്മജ്ഞാനിയായ ഗുരുവിൻ്റെ ഉപദേശം വിശ്വസിക്കണം. ആദ്യവും അവസാനവും സ്വർണം മാത്രമായിരിക്കുന്നത് ഇടയ്ക്ക് ആഭരണ രൂപമായി കാണപ്പെടുന്നു. ആഭരണം എന്ന പേരും അതിൻ്റെ രൂപവും നശിച്ചാലും സ്വർണം അവശേഷിക്കുന്നു. ഇടക്കാലത്തിലും സ്വർണ്ണ സംബന്ധം കൊണ്ടാണ് ആഭരണം കാണപ്പെടുന്നത്. സ്വർണം വേറിട്ടാൽ ആഭരണമില്ല. അതുപോലെ കാണപ്പെടുന്ന ലോകം പരമാർത്ഥ ചൈതന്യം തന്നെയാണ്. ജാഗ്രത് സ്വപ്ന സുഷുപ്തിയോടുകൂടിയ മനസ്സും ത്രിഗുണങ്ങളും ഇന്ദ്രിയങ്ങളും അതിദേവതകളും ഭൂതങ്ങളും കൂടിയ മൂന്ന് വിധമായ ജഗത്ത് നാലാമത്തേതായ വിജ്ഞാനത്തോടു ചേരുമ്പോൾ പ്രകാശിക്കുന്നു. വേറിടുമ്പോൾ കാണുന്നുമില്ല. അതിനാൽ ഏതൊന്നിനെ ആശ്രയിച്ച് മറ്റൊന്ന് കാണപ്പെടുന്നുവോ ആ അവലംബം മാത്രം സത്യം. ആദിയിലും അവസാനത്തിലും കാണപ്പെടാത്ത വസ്തു മധ്യത്തിലുമില്ല. ഇതാണ് എൻ്റെ നിശ്ചിതാഭിപ്രായം. സത്യമായ ഒന്നുള്ളത് ബ്രഹ്മം മാത്രമാണ്. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. പ്രത്യക്ഷ പ്രമാണം കൊണ്ടും സമർത്ഥനായ ഗുരുവിൻ്റെ ഉപദേശം കൊണ്ടും ജഡവസ്തുവിൻ്റെ നിഷേധം കൊണ്ടും ഈ ജ്ഞാനം സമ്പാദിച്ചു കഴിഞ്ഞാൽ എല്ലാ സംശയങ്ങളും തീരും. ആനന്ദസ്വരൂപനായ തന്നിൽ തന്നെ സന്തുഷ്ടനായിരിക്കും. തുച്ഛ വിഷയങ്ങളുടെ പുറകെ പായുന്ന ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്നും മുക്തനായി സ്വരൂപാനന്ദ സുഖം അനുഭവിച്ച് സകല കാമങ്ങളിൽ നിന്നും മുക്തനാകും.
ഈ അനുഭവം ഉറയ്ക്കുന്നതുവരെ മായാകൽപിതങ്ങളായ വിഷയങ്ങളോടുള്ള സംഘം വർജിക്കണം. അതോടുകൂടി ഈശ്വര ഭജനവും ആത്മവിചാരവും ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ അഭ്യാസം ഫലപ്രാപ്തിയിൽ എത്തിക്കുന്നതിന് മുമ്പ് ശരീരനാശം വന്നാലും ദുർഗതി വരികയില്ല. അടുത്ത ജന്മത്തിലും പൂർവവാസനയുടെ ഫലമായി അഭ്യാസം തുടരും. അത് ജ്ഞാനലാഭത്തിൽ എത്തിക്കും. അജ്ഞാനി ഫലാസക്തിയോടുകൂടി മരണം വരെ കർമ്മം ചെയ്യുന്നു. ലാഭനഷ്ടങ്ങളിൽ സന്തോഷ സന്താപങ്ങൾ ബാധിച്ച് അയാൾക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടുന്നില്ല. ജ്ഞാനിയാകട്ടെ എപ്പോഴും നിജാനന്ദമഗ്നനായിരിക്കുന്നു. പ്രാരബ്ധം നശിക്കുന്നത് വരെ ശരീരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും വിഷയ തൃഷ്ണയില്ലാത്തതിനാൽ ആ കർമ്മങ്ങൾ ജ്ഞാനിയെ ബന്ധിക്കുന്നില്ല. ജ്ഞാനിക്ക് ദേഹബന്ധം തന്നെയില്ല. അജ്ഞാനാവസ്ഥയിലും ജ്ഞാനാവസ്ഥയിലും ആത്മസ്വരൂപം ഒരുപോലെ തന്നെയിരിക്കുന്നു. ബന്ധമോക്ഷങ്ങൾ ആത്മാവിനില്ല. ആ ജ്ഞാനാവസ്ഥയിൽ സ്വരൂപബോധത്തെ മറച്ചിരിക്കുന്ന മൂടുപടം ജ്ഞാനാവസ്ഥയിൽ നീങ്ങി. അത്രയുള്ളൂ. സൂര്യ അസ്തമനത്തിൽ ഇരുട്ട് മൂലം വസ്തുക്കൾ കാണപ്പെടുന്നില്ല. സൂര്യോദയത്തിൽ ഇരുട്ടു നീങ്ങി അവ കാണപ്പെടുന്നു. അതുപോലെ ജ്ഞാനാനുഭൂതി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീടൊരിക്കലും വികല്പം ഉണ്ടാവുകയില്ല. ജ്ഞാനയോഗം അഭ്യസിച്ചു തുടങ്ങി ലക്ഷ്യപ്രാപ്തിയിൽ എത്തുന്നതിന് മുമ്പ് രോഗാദിബാധകളുണ്ടായാൽ ധാരണയോടുകൂടിയ ആസനം ശീലിച്ചും തപസ്, മന്ത്രം, ഔഷധം എന്നിവ കൊണ്ടും അവയെ മാറ്റണം. എൻ്റെ ധ്യാനം കൊണ്ടും നാമസങ്കീർത്തനം, നമസ്കാരം എന്നിവ കൊണ്ടും സിദ്ധന്മാരായ മഹായോഗികളുടെ ആഹാരാദി ആചരണങ്ങളെ അനുകരിച്ചും രോഗാദികളെ നശിപ്പിക്കാം. ചിലർ ദേഹത്തെ നിത്യ യൗവനാവസ്ഥയിൽ നിലനിർത്താൻ കഠിനവ്രതങ്ങളും ഔഷധ സേവയും ചെയ്യുന്നു. പിന്നീട് അണിമാതി സിദ്ധികൾക്കായും പാടുപെടുന്നു. അത് നന്നല്ല. എന്നാൽ ആത്മസാക്ഷാത്കാര പരിശ്രമത്തിൻ്റെ അംഗമായി അഷ്ടാംഗ യോഗാഭ്യാസം ചെയ്യുകയും തന്മൂലം ദേഹം ആരോഗ്യദൃഢമായി ഇരിക്കുകയും ചെയ്യുന്നത് നല്ലത് തന്നെ. പക്ഷേ എന്നെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കരുത്. എന്നെ അനന്യഭാവേന ആശ്രയിക്കുന്ന ഭക്തനെ ഒരുവിധ അന്തരായങ്ങളും പരാജയപ്പെടുത്തുകയില്ല. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.